ഇങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മണം അടുക്കള മുഴുവൻ നിറയുകയാണ്. ശർക്കരയുടെ മധുരവും നെയ്യിൻ്റെ മണവും ചുക്ക് ഏലക്കായുടെ ഫ്ലേവറും തേങ്ങാപ്പാലും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു നാടൻ പലഹാരത്തിൻ്റെ മണം കിട്ടിത്തുടങ്ങി. സത്യത്തിൽ ഈ പഴം നുറുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. പലരും വീട്ടിൽ തയ്യാറാക്കുന്നതും കഴിക്കുന്നതും ഒക്കെയുള്ള വീഡിയോകൾ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ എന്ന്. പക്ഷേ ഇതിലൊരു പ്രത്യേകത കൂടിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ വീട്ടിൽ പഴം നുറുക്ക് തയ്യാറാക്കിയിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഞാൻ പഴം നുറുക്കുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായി തയ്യാറാക്കുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത് എന്നൊരു ചെറിയ ആകാംക്ഷ കൂടിയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ മണം വന്നു തുടങ്ങിയപ്പോൾ തന്നെ രുചി നോക്കാൻ നല്ല ആഗ്രഹം തോന്നുന്നുണ്ട്. പഴം നുറുക്ക് എനിക്കിഷ്ടമുള്ള ഒരു നാടൻ പലഹാരമാണ്. പ്രത്യേകിച്ച് ഓണക്കാലത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചൂടോടെ ഒരു പ്ലേറ്റ് പഴം നുറുക്ക് കിട്ടിയാൽ തന്നെ നല്ല സന്തോഷമാണ്. അതും വെറുതെ പഴം നുറുക്ക് മാത്രം കഴിക്കുന്നതല്ല എൻ്റെ ഇഷ്ടം. അതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി പൊട്ടിച്ച് കഴിക്കണം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ആദ്യമായി ഞാൻ തയ്യാറാക്കുന്ന ഈ ഓണം സ്പെഷ്യൽ പഴം നുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അവസാനം എങ്ങനെയായിരുന്നു രുചിയെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് 3 പഴമാണ്. പഴത്തിൻ്റെ തൊലി കളഞ്ഞ ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. വളരെ ചെറുതായും വേണ്ട, വളരെ വലുതായും വേണ്ട. ഇവിടെ കാണുന്ന ഈ സൈസ് തന്നെ മതി. ഇനി മുറിച്ചെടുത്ത പഴം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പാത്രം മൂടി വയ്ക്കാം. ഇനി പഴം നന്നായി വേവിച്ചെടുക്കണം. പഴം നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർക്കണം. ഞാനിവിടെ ശർക്കര ഉരുക്കാൻ വച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ശർക്കര ഉരുക്കി വച്ചതാണ്. പക്ഷേ ഇത്തിരി കട്ടി ഉള്ളതുപോലെ തോന്നിയത് കൊണ്ട് ശകലം വെള്ളം ചേർത്ത് അതിനെ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. ഇത്രയും ശർക്കര പാനീയുടെ ആവശ്യമില്ല. നമ്മുടെ രുചിക്കനുസരിച്ച്, നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള ശർക്കര പാനി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. പഴം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർക്കാം. അരിച്ച് വേണം ശർക്കര പാനി ഇതിലൊഴിച്ച് കൊടുക്കാൻ. ശർക്കര പാനി പഴത്തിലേക്ക് നന്നായി ചേരുവാൻ പതുക്കെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ പഴത്തിന് നല്ലൊരു നിറം വന്നു തുടങ്ങിയിട്ടുണ്ട്. ശർക്കരയുടെ മധുരം പഴത്തിലേക്ക് നന്നായി പിടിച്ചു കിട്ടണം. ഇനി ഇതിലേക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കൂട്ടാൻ വേണ്ടി ചുക്കും ഏലക്കായും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചു വെച്ച പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ചുക്കിൻ്റെയും ഏലക്കയുടെയും മണം വരുമ്പോൾ തന്നെ പഴം നുറുക്കിന് നല്ലൊരു നാടൻ ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. നെയ്യ് നന്നായി പഴത്തിൽ പിടിക്കുന്നത് വരെ പതുക്കെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മണം ശരിക്കും വളരെ നല്ലതാണ്. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി നന്നായി ഇളക്കാം.
ഇനി തേങ്ങാപ്പാൽ നന്നായി വറ്റി പഴത്തിലേക്ക് അതിൻ്റെ രുചി മുഴുവൻ ചേർന്ന് വരണം. അതിനായി കുറച്ച് സമയം കൂടി വേവിക്കാം. ഇടയ്ക്ക് പതുക്കെ ഇളക്കി കൊടുക്കണം. തേങ്ങാപ്പാൽ നന്നായി വറ്റി വരികയാണ്. പഴം നല്ലൊരു കട്ടിയുള്ള പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ആദ്യമായി തയ്യാറാക്കിയതാണ്. നിങ്ങളും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.